എന്തൊരു കമ്പങ്ങാട്ടോ ഒന്ന് വീണ ബ്രോ. ഇത് എവിടെ നിന്ന് വീണ? സുമതി നീ എവിടെയാണ്? നമ്മളിപ്പോ നിൽക്കുന്നത് സുമതി കളയിലാണ്. ഓക്കെ, സന്ധ്യ കഴിഞ്ഞാൽ പലരും ഈ വഴി വരാൻ ഇപ്പോഴും വിസമ്മതിക്കുന്നു. നിങ്ങളുടെ മരണം കാത്തിരിക്കുന്ന നിഗൂഢമായ വളവ്. കേരളത്തിലെ ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന 9 മാസം പൂർണ്ണ ഗർഭിണിയായ 18 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടിയെ കാമുകനും കാമുകന്റെ കൂട്ടുകാരനും ചതിയിൽപ്പെടുത്തി ക്രൂരമായി കഴുത്തറുത്തു കൊന്ന വനത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ, സുമതി വളവിലേക്ക്. പാലോടേക്ക് പോകുന്നത് ഒരു വനത്തിലൂടെയാണ്. രാത്രികാലങ്ങളിൽ പലതരത്തിലുള്ള അജ്ഞാത രൂപങ്ങളെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു. ഈ ഒരു വളവിൽ വെച്ച് പലർക്കും ആക്സിഡന്റ് സംഭവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. സുമതിയെ കൊല ചെയ്തതിന് ശേഷം 4-ാം ദിവസമാണ് ശവശരീരം പ്രദേശവാസികൾ കണ്ടെത്തിയത്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ശവശരീരം കാടിനുള്ളിൽ തന്നെ സംസ്കരിച്ചു. ആ ഒരു കുഴിമാടം അന്വേഷിച്ചാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഗായ്സ്, ഇവിടെ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് സുമതിക്കാണെങ്കിൽ പേടി ഉണ്ടായത്. കാര്യം അവരെന്തോ അപകടത്തിൽ പെടാൻ പോകുന്നതെന്ന് അവരെ മനസ്സ് പറയുകയും അവരാണെങ്കിൽ ഒരു പേടി ഉണ്ടായത് ഇവിടെയാണ്, ഈ പാലത്തിന്റെ അടുത്ത് വെച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അല്ലമി. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ക് മച്ചമാർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ വളരെ ഹൊറർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അമാനുഷിക ശക്തികളുടെ വിഹാര കേന്ദ്രം എന്നറിയപ്പെടുന്ന സുമതി വളവിലാണ് ഗൈസ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുള്ള ആരൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഗൈസ്, നമ്മുടെ ചങ്ക് സുഹൃത്തുക്കളാണ് ഗൈസ് നമ്മളെ കൂടെ ഇന്നുള്ളത്. ഗൈസ്, ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് ആഷിഖ് ബ്രോ. അതുപോലെ തന്നെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്താണ് അഹ്സൻ. അതുപോലെ തന്നെ ഗൈസ്, പ്രേതങ്ങളുടെ ഉറ്റ തോഴനായ അഖിൽ ബ്രോ നമ്മളെ കൂടെ ഉണ്ട്. ബ്രോ, കമോൺ. അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ലെവൽ ആയിരിക്കും ഗൈസ്. അപ്പൊ വീഡിയോ മുഴുവനും കാണുക. വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് എക്സ്പ്ലോർ ഗൈസ്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോവുകയാണ്. EMF ഡിറ്റക്ടർ വെച്ചാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. ഇവിടെ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി. അപ്പോൾ ഗൈസ്, ഇതാണ് സാക്ഷാൽ സുമതി വളവ്. നല്ല ഇരുട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഏരിയയിലൊന്നും ഒരു വെളിച്ചവും ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ചെറിയ 2-3 ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിറ്റക്ഷൻ ആണെങ്കിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് ഇവിടെ ചെയ്യുന്നതിലൂടെ ഇവിടെ ആത്മാക്കൾ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ വേറെ ലെവലൊരു വീഡിയോ ആണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് ആ ഒരു കാര്യത്തിലോട്ട് കടക്കാം. സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു സുമതി വളവ്, അതായത് ഈ സാക്ഷാൽ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ആ ഒരു 18 വയസ്സുകാരിയായ ഗർഭിണിയായ സ്ത്രീയെ കഴുത്തറുത്ത് കൊടും ക്രൂരമായി കൊന്നത്. അപ്പോൾ ഗൈസ്, പലരും പറയപ്പെടുന്നു അതിനുശേഷം ഇവിടെ ആണെങ്കിൽ പ്രേതമുണ്ട്, പലരും യക്ഷി കൊന്നെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ പലരും ഒരു വെള്ള പുതച്ച ഒരു സ്ത്രീ രൂപം കണ്ടതായി പറയപ്പെടുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. ഫോൺ സെറ്റ് ചെയ്യാം. 6 എണ്ണം നിരത്തി അങ്ങ് വെച്ച് ബാക്കി 2 ഫോൺ മറ്റേ അഹ്സന്റെ ഇരിക്കുന്ന ഫോൺ. ഓക്കെ, ഞാൻ ഇതെല്ലാം ഓണാക്കാം. അതൊക്കെ കിട്ടണം കേട്ടാ. അതൊന്നും കുഴപ്പമില്ല, വണ്ടി സൈഡിൽ കൂടെ അല്ലേ പോണത്. എല്ലാം നെക്രോഫോണിക്കല്ല, EMF. ഏതെങ്കിലും ഒന്നിൽ 60-ന് മുകളിൽ പോയാൽ വിഷയമാണ്. ഏതെങ്കിലും ഒന്നിൽ നമുക്ക് 60 എബോവ് കിട്ടിയാൽ അതൊരു സിഗ്നൽ ഡിറ്റക്ഷൻ തന്നെയാണ്. അതൊരു പാരനോർമൽ ഫോഴ്സ് തന്നെ ആകാനുള്ള ചാൻസസ് ആയിരിക്കും. ഗായ്സ്, സംഭവം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാണ്ട ഈ ഒരു EMF ഡിറ്റക്ടറിൻ്റെ സിഗ്നൽ വേരിയൻസ് അനുസരിച്ച് നമുക്കാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്തെങ്കിലും എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഫോണുകൾ വെക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോണിൽ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഗായ്സ്. സോ നമ്മുടെ അവസാനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവൻ ഇതെല്ലാം ഓരോന്നായിട്ട് തന്നെ ഓൺ ചെയ്യും. ഓക്കെ, തുടങ്ങിക്കോട്ടെ. വണ്ടി അങ്ങോട്ടെ. സോ എല്ലാ ഫോണും എയർപ്ലെയിൻ മോഡിലാണ്. സോ
ഫോണുകൾ തമ്മിൽ ഒരു ഡിറ്റക്ഷൻ ഉണ്ടാവത്തില്ല. സോ നമുക്ക് നോക്കാം ഏതെങ്കിലും രീതിയിലുള്ള പാരനോമൽ ആക്ടിവിറ്റീസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയും. അതങ്ങ് പോട്ടെ. ഏതെങ്കിലും രീതിയിലുള്ള പാരനോമൽ ആക്ടിവിറ്റീസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയുമെന്ന്. എടാ ഓൺ ചെയ്തോ. ഓക്കേ ഗയ്സ്, അഹസനാണ് ഓൺ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തോ. അത് എത്ര വാല്യൂ ഉണ്ട്? 43. ഓക്കേ, അടുത്ത് ഓക്കേ എടുത്തങ്ങോട്ട് ഓൺ ചെയ്യ്. അടുത്തതാ. അതിൽ മാഗ്നറ്റോമീറ്റർ ഇല്ല ആ ഫോണിൽ. ഓക്കെ, അത് കുഴപ്പമില്ല. അടുത്ത ഫോൺ നോക്കി. ആ നടുക്കത്തെ ഫോണിൽ ഈ ഫോണിൽ മാഗ്നറ്റോമീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് വർക്ക് ആവാത്തത്. ഓക്കെ, അത് നോക്കി എടുക്കേണ്ടതായിരുന്നു. ഇത് ഓണായി. ഓൺ ചെയ്യും. അടുത്ത ഓൺ ചെയ്ത് 38 ഓൺ ചെയ്താ ഏതാടാ? 74 കാണിക്കുന്നുണ്ട്. ഓക്കെ, 74. 50 എബോവ് പോയാൽ കുറച്ച് ഒരു ഇതുണ്ടെന്നാണ്. ബ്രൈറ്റ്നസ് കൂട്ടിയിടോ. എയർപ്ലെയിൻ മോഡ് ഓണല്ലേ? ഓണാണ്. ഓക്കെ, 74 മൈക്രോ ടെസ്ല. ലുക്ക്, ഏകദേശം ഒരു മൈന്യൂട്ട് ആയിട്ടാണെങ്കിലും ആ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബോണക്കാട് ബംഗ്ലാവിൽ ഇത്ര ഉണ്ട്. ബോണക്കാട് ബംഗ്ലാവിൽ ഇത്ര ഇല്ലായിരുന്നു. ഇല്ല, അതിൽ മാഗ്നറ്റോമീറ്റർ ഇല്ല. അതുകൊണ്ടാണ് അത് വർക്ക് ആവാത്തത്. ആ ഫോണങ്ങ് മാറ്റിയേക്ക്. ആ ഫോണങ്ങ് മാറ്റിയേക്ക്. ഓക്കെ, സോ ബാക്കിയെല്ലാം മാഗ്നറ്റോമീറ്റർ ഇൻസ്റ്റാൾഡ് ആണ്. മാഗ്നറ്റോമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്പ് വർക്ക് ആവത്തുള്ളൂ. ഫോണിലെ സെൻസറാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസർ. സോ ലുക്ക്, 74 50 എബോവ് പോയാൽ ഒരു പാരനോമൽ എൻറ്റിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് ഉന്നയിക്കാം. ഓക്കെ, ലുക്ക് 74. യെസ് ഗൈസ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനപ്പുറത്തൊരു വാല്യൂ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോണെല്ലാം കൂടി കൊണ്ടുപോയി ഓരോരോ സ്ഥലത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എടുക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഗൈസ് ഈ കറക്റ്റ് സുമതി വളവിന്റെ ആ വളവിലാണ് ഗൈസ്. ആ എസ് വളവിന്റെ അവിടെയാണ് നമ്മൾ ഈ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗൈസ്, നമ്മളിവിടെ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഫോണൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നത്. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോണുകളാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് അതിൽ എല്ലാത്തിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഫോണിലാണെങ്കിൽ വേരിയൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇവിടെ ആത്മാക്കളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പാരാനോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാനുള്ള സാധ്യത ഉള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണെന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഓക്കെ ഗൈസ്, വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 42 കാണിക്കണം ആ ഒരു സിഗ്നലിൻ്റെ ഇത്. ഓക്കെ, ഇനി അടുത്തത് നീ പോയിക്കോട്ടെ. ഇനി അടുത്ത വളവിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം വയ്ക്കാം. ഗൈസ്, ഇതിൽ കണ്ട വേരിയൻ്റ് സിഗ്നൽ വേരിയൻ്റ് ഉണ്ട് 40, 41 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പല സ്ഥലങ്ങളിൽ ഫോൺ വെച്ച് നമുക്ക് നോക്കാം. അപ്പം എന്തെങ്കിലും സിഗ്നലിലാണെങ്കിൽ ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്തെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റീസ് സംഭവിക്കുന്ന സ്ഥലമാണെന്ന്. ഓക്കെ, ഇതിലെത്രയാണ് കാണിക്കുന്നത്? 43. ഗൈസ്, ഇവിടെ 43 കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സുമതി വളവിൽ പല സ്ഥലങ്ങളിലായി 5 ഫോൺ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഫോണിലും ആ സിഗ്നൽ വേരിയൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 5 ഫോണും വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഒന്നുകൂടി പോയി നോക്കാൻ പോവുകയാണ് ഗൈസ്. എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ 40 മൈക്രോ ടെസ്ല. ഓക്കെ 40. അടുത്ത എത്ര ഫോണുണ്ട്? ഓക്കെ, ഫോൺ മുഴുവനും കഴിഞ്ഞാ. അപ്പോൾ ഇത് ലാസ്റ്റ് ഫോൺ ഇതും കൂടെ അല്ലേ ഉള്ളു? ഓക്കെ വാടാ കൊണ്ടുപോടാ. ഓക്കെ, ഇവിടെ ഒരെണ്ണം വെച്ച് വെക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓണാക്കി. EMF ഓൺ ചെയ്തു. ഓ മാൻ, 48 വരെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തിരി സിഗ്നൽ കൂടുതലാണ് കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീ കൂടെ വേണം. നമുക്ക് ലാസ്റ്റ് ഫോൺ ഇതാണ് കേട്ടോ. അപ്പം ഇതിലും വേറെ വ്യത്യാസമൊന്നുമില്ല. അത് 43 അത്രയേ ഉള്ളൂ ഗൈസ്. 44 മൈക്രോ ടെസ്ല. അത്രയേ ഉള്ളൂ. 44 മൈക്രോ ടെസ്ല. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്. ഇനി അതിന്റെ വാല്യൂ നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ അതിൻ്റെ ആ വാല്യൂ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നോക്കുന്നത്. നേരത്തെയും 41, 42 തന്നെയല്ലേ പ്രോ കാണിച്ചത്. ഇപ്പോഴും വലിയ വേരിയേഷൻ ഒന്നും ഇല്ല. ആദ്യം കിട്ടിയ 74 ആ സംതിങ് ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ചിലപ്പോൾ ആ ഭാഗത്ത് വെച്ചപ്പോഴാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ വന്നുകൊണ്ട് വെച്ചപ്പോൾ അങ്ങനെ ആ വ്യത്യാസമുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് അവിടെ എന്തെങ്കിലും ഫോൺ വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ. നോക്കാം. ഓക്കെ ഗൈസ്, ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ എവിടെയല്ലേ ബ്രോ വെച്ചത്?
ഇതുകൊണ്ടാ ഇവിടെ ഇവിടെ ഇവിടെ. ആ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, എടുത്തു. ഓക്കെ ഓക്കെ. അതിൻ്റെ ഇതെടുത്തു. ഒന്ന് ഓണാക്കിയാണ്. ഓക്കെ ഓക്കെ. ഇതിലും 43 തന്നെ, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. 43, 43, 43, 42, 43. അത്രേ ഉള്ളൂ. ഓക്കെ 43. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ റോഡിൻ്റെ വേറൊരു സൈഡിൽ നമ്മളൊരു ഫോണും കൂടെ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഉണ്ടാകുന്നറിയാൻ വയ്യ. ആ ഉണ്ട്. ഓക്കെയാണ്. ഓക്കെ, അത് ഓണാണ്. അതിലിപ്പോൾ 38 ഒക്കെയാണ് കാണിക്കുന്നത്. 38, 37. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. 38. നേരത്തെ 40 ഒക്കെ കാണിച്ചതാണല്ലേ ബ്രോ? 37 മൈക്രോ ടെസ്ല. ആ വണ്ടി വന്നാ അതിൻ്റെ ഇടയിൽ. ഓക്കെ ബ്രോ, അത് 37, 38 മൈക്രോ ടെസ്ല. ലെറ്റ്സ് ഗോ. ഓക്കെ എടുത്തു ബ്രോ. അവിടെ എവിടെയെങ്ങാണോ ആ ഫോൺ വെച്ചത്? നമുക്ക് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഫോണല്ലേ ബ്രോ അത്? ഇവിടെ ഓക്കെ, ഇവിടെയാണ് ബ്രോ. ഇവിടെ ഇതിലിപ്പം 46, 47. ഓക്കെ, 46, 47 മൈക്രോ ടെസ്ല. ഏറ്റവും കൂടുതൽ ഇവിടെയാണല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ 74 കിട്ടും. ആദ്യം കാണിച്ചായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഇവിടുത്തെ ഈ ഫോണിൽ തന്നെ അത് കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ 5 സ്ഥലത്തും ഏറ്റവും കൂടുതൽ വേരിയേഷൻ കാണിക്കുന്നത് 43, 47 അല്ലേ? 47 ഒരു 50 പോലും പറഞ്ഞില്ല. ഓക്കെ, ആദ്യം നമുക്ക് പക്ഷെ 74 കിട്ടിയായിരുന്നു. അതെ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സുമതിനെ കൊന്ന്, അതായത് അവരുടെ ശവശരീരം കിട്ടിയത്, അതായത് 4 ദിവസം കഴിഞ്ഞ് അവരുടെ ശവശരീരം കിട്ടിയ സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ ബേക്കിലൊരു ഭാഗമുണ്ട്, അതിൻ്റെ ഭാഗത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കാട്ടിൻ്റെ പിൻവഴിയിലൂടെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെയാണ് ഈ സുമതിനെ അടക്കിയെന്നാണ് പറയുന്നത്. അതായത് അവരുടെ തലയും ശരീരഭാഗവും 2ആയി കിടന്നെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാം. അവരുടെ ആ ഒരു കുഴിമാടത്തിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് ആ സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം. ഓക്കെ, so let's go guys. ഇതാണ് ആ പഴയ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. ഇതിനുള്ളിൽ എവിടെയോ ആണ് സുമതിയുടെ കൊലപാതകത്തിനെ കുറിച്ചുള്ള കേസ് ഫയലുകൾ വിശ്രമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സുമതിയുടെ മരണത്തെക്കുറിച്ച് ഒരു കവി കവിത എഴുതുകയും അത് വളരെയധികം പ്രചാരം ലഭിക്കുകയും ചെയ്തിരുന്നു. അന്ന് പാങ്ങോട് കല്ലറ ചന്തകളിൽ പോലും ഈ ഒരു കവിത സുലഭമായി ലഭിച്ചിരുന്നു. ഇവിടെ കുറച്ചും കൂടെ താഴോട്ട് ബ്രോ. നമ്മൾ സൈഡിൽ എവിടെയും കണ്ടില്ല വണ്ടിയൊന്ന് വെച്ചാൽ അതൊക്കെ പോണേ ചിലപ്പം. ഓ മാൻ, ഇവിടെ വെച്ചാലോ? ഇനി മതി, ഇനി അങ്ങോട്ട് പോകണ്ട. കാരണം ഇനി ഫുള്ള് കാടാണ്. ഇത് എന്തൊരു ബ്രോ, ഇത് ഫുള്ള് കാടാണല്ലോ. ഇവിടെ അതെ ബ്രോ, എന്തൊരു കാട് ബ്രോ ഇവിടെ മുഴുവനും. വല്ലതും സംഭവിച്ചു പോയാൽ പോലും അറിയത്തില്ല കേട്ടോ ആർക്കും. ഇവിടെ വെച്ച് മുള്ളാണല്ലോടാ, മുഴുവനും മുള്ള്. ആ ഒരു കാട്ടിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വേറെ പേടിക്കൊന്നും വേണ്ട, ഒരു സീനും ഇല്ല. നമ്മളുണ്ടല്ലോ, എന്തെങ്കിലും കണ്ടാ അപ്പോഴേ ഓടിക്കൊള്ളണം, വേറെ ഒന്നും നോക്കാൻ നിൽക്കില്ല. സീനില്ല. എന്താ ഫുള്ള് ഇത് കണ്ട ഇത് ഒടിഞ്ഞു കിടക്കണതാണ്. ഇതിന് മുമ്പൊക്കെ നമുക്ക് ഇവിടെ വരാൻ പറ്റുമായിരുന്നു കേട്ടാ. മുള്ളു മൊത്തം വളർന്ന് കിടക്കണുണ്ടോ. ഇവിടെ എവിടെയാണ് ഞാൻ അന്ന് വന്നപ്പോൾ ആ ഒരു അവിടെ എന്തോ ശബ്ദം കേട്ടു ബ്രോ. എനിക്കറിയാൻ വേണ്ട എന്തിനാണോ എന്തോ ആ ഒരു ആളെ അതെന്തോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കാട്ടിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ജീവികളൊക്കെ കാണുമല്ലോ, അതായിരിക്കും. ഇത് കുറേ നാളുകൾക്ക് മുമ്പ് വന്നതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. ഇതിലേ കൂടെ തന്നെ എന്താ എടാ
ഗൈസ് നമ്മൾ ഈ ഒരു കാട്ടിൻ്റെ അകത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് സുമതി വളവ് എന്ന് പറയുന്ന ആ റോഡിൻ്റെ പിൻഭാഗത്തുള്ള കാടാണിത്. ഇവിടെയാണ് സുമതിനെ കുഴിച്ചിട്ടെന്ന് പറയുന്നത്, അതായത് അടക്കി എന്ന് പറയുന്നത്. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡെഡ് ബോഡി കിട്ടിയത്. അതിനുശേഷം അടക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ അകത്ത് കയറിയാൽ നിങ്ങളെ കിളി പോകും, അത്രമാത്രം ഒരു ടെററായിട്ടുള്ളൊരു പ്ലേസ് ആണ്. കാര്യം ഫുള്ള് ചുറ്റും കാടും കാര്യങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ എടാ മറ്റേ കഥ എന്താണ് ഇവിടുത്തെ മറ്റേ വിഷയം സീനുണ്ടല്ലോ? ഓ മാൻ, ചെലന്തി 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 അത് തട്ടണ്ട, വെറുതെ കായ പിന്നെ അത് പോകാൻ പാടാണ്. എൻ്റെ മാൻ ഒരു രക്ഷയില്ല. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഗായ്സ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫുള്ള് കാടിൻ്റെ അകത്ത് കൂടെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാലാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ശബ്ദം കേട്ടില്ല അവിടെ? ഞാനും കേട്ടായിരുന്നു. കേട്ടില്ലായിരുന്നല്ലോ പിന്നെ? ചെറിയ എന്തോ ശബ്ദം കേട്ട്. എന്തോ ഒരു അട്ടേനെ കണ്ടു ബ്രോ ഞാനിപ്പോ. ഒരു അട്ടയാണോ വലിയ കാര്യം? അല്ലോ പെട്ടെന്ന് എന്തായാലും നോക്കിട്ട് പോകാം ബ്രോ. ഇതുവരെ വന്നല്ലേ ബ്രോ? ഇവിടെ എവിടെയാണ് ബ്രോ? ഞാനാണെങ്കിൽ ആ ഒരു അങ്ങോട്ട് പോകുന്ന ഫുള്ള് നോയിസ് ആണ്, ഫുള്ള് അങ്ങോട്ട് ഡാർക്ക് ഫോറസ്റ്റ് ആണ്. അല്ല ഫുള്ള് ഫോറസ്റ്റ് ആണ്. അതെ അതെ. അവന്റെ പേരത്തെ മുള്ളു കയറിക്കൊണ്ട് ബ്രോ. അയ്യോ ബ്രോ, ഇവിടെ അല്ലേ ബ്രോ സുമതിനെ കൊന്നിട്ടെന്ന് പറഞ്ഞ സ്ഥലം? ഈ കാട്ടിൽ അന്ന് വന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും. ഓ അതാണ് അതിന്റെ ഒരു ഫുള്ള് മുള്ളു തന്നെ കേട്ടോ ഇവിടെ മുഴുവനും. അയ്യോ എന്തൊരു കമ്പം കേട്ടോ ഒന്ന് വീണ ബ്രോ. ഇതെവിടെ നിന്ന് വീണ? എന്റെ പൊന്നോ, എന്റെ ജീവൻ പോയി ബ്രോ പെട്ടെന്ന് അല്ലേ. അയ്യോ എന്റെ തൊപ്പി ബ്രോ. അയ്യോ അത് കമ്പ് വീണതാണ്ടാ, വേറെ ഒന്നും അല്ല. എന്താണ് ബ്രോ അങ്ങനെ വീഴാൻ കാരണം? ചിലപ്പോ ഇവിടെ നിന്ന് സ്കൂട്ടാവും ബ്രോ, അതാണ് നല്ലത്. ഇത്രയും വന്നേല്ലേ? അങ്ങനെ നമ്മൾ ഈ ഒരു കാടിൻ്റെ അകത്താണെങ്കിൽ കയറി, പക്ഷേ സുമതി അടക്കിയ ഒരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഗായ്സ് ഈ കാടിൻ്റെ അകത്ത് ഗായ്സ് നമ്മൾ EMF ഡിറ്റക്ടർ ആണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ സിഗ്നലിൻ്റെ എന്തെങ്കിലും വേരിയേഷൻ നമുക്ക് അറിയാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ പോവുകയാണ് ഗായ്സ്. ഓക്കെ ഗായ്സ്, ഇതിൽ 45, 44 ആണ് കാണിക്കുന്നത്. 44 ഹൈയസ്റ്റ് റെക്കോർഡഡ് വാല്യൂ ഇൻസൈഡ് ദ ഫോറസ്റ്റ് 45 മൈക്രോ ടെസ്ല. ഇത് 37, അതേപോലെ ഇത് 40. സുമതി നീ എവിടെയാണ്? സുമതിയെ കാണുന്നില്ല. നമുക്കിനി വൈൻഡപ്പ് ചെയ്ത് പോവാം. അതെ, ഇനിയിപ്പോ ഫുള്ള് ഇപ്പോ സമയം ഏകദേശം 1-2 മണിയാവാൻ പോകുന്നു. ജസ്റ്റ് ഒന്ന് പേടിയാക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഗായ്സ് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, പ്രേതം ഉണ്ടോ ഇല്ലെന്നല്ല, ജസ്റ്റ് ഈ കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം ആളുകൾ പറയുന്ന പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലം, ഗർഭിണിയായ ഒരു പെണ്ണിനെ കഴുത്തറുത്ത് കൊന്നെന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് രാത്രി ഒരു 12 മണിക്ക് പോകാനാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ധൈര്യം കാണും? അപ്പോൾ നമ്മളത് ചെയ്തപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഉറപ്പായും നിങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗായ്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ വന്ന എല്ലാ ചങ്കുമച്ചന്മാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒരു കാര്യം കൂടി. ഓക്കെ ഒരിക്കലും ഒരു പെണ്ണിന് ആശ കൊടുത്ത് അവളെ വഞ്ചിക്കരുത്. അതുപോലെ തന്നെ ഒരു പയ്യനെയും തേക്കരുത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് സുമതി ആണെങ്കിൽ ഇന്ന് പലരും വരുന്നു. ഓക്കെ, സോ ഇതൊക്കെ നിർത്തണം, ഇതൊക്കെ മാറണം. നമ്മുടെ ലൈഫ് എല്ലാം പീസ് ആവണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ദാറ്റ്സ് ഓൾ. ഓക്കെ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഐ മീൻ ടേക്ക് കെയർ ഗൈസ്, ബൈ.